സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആദാമ്യ പാപം മോചിക്കാൻ കന്യകയിൽ നിന്ന് ജാതനായി ആധിപത്യം ചുമലിലേറ്റുന്ന വിസ്മയനീയ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ്, യഹൂദായുടെ സിംഹം, പാപികളുടെ രക്ഷകൻ, കർത്താദി കർത്തൻ, മഹത്വത്തിൻ്റെ രാജാവ്, സ്വർഗീയ മണവാളനായ ദൈവത്തിൻ്റെ ഏകജാതൻ ലോകത്തിന് വെളിപ്പെട്ടു. താൻ ആരെന്നാണ് ജനം പറയുന്നത് എന്ന ചോദ്യത്തിനുത്തരമായി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് സ്വർഗീയ പിതാവിൻ്റെ വെളിപ്പെടുത്തൽ. കൈസറിയ ഫിലിപ്പിൽ വെച്ച് ശമൂൻ പത്രുസേറ്റ് പറഞ്ഞു, ആ ശ്ലൈഹിക വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായ പാതാള ഗോപുരങ്ങളെ ജയിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോലേന്തിയ മണവാട്ടിയാകുന്ന സത്യ സുറിയാനി സഭ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സഭ, സഹനങ്ങളുടെയും പീഡകളുടെയും വഴിയിൽ പതറാതെ നിത്യമണവാളൻ്റെ രണ്ടാം വരവിനായി കാക്ഷിച്ചിരിക്കുന്ന മണവാട്ടി സഭ, അപ്പോസ്തോലിക കാലം മുതൽ പീഡനങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നു. പരിശുദ്ധ സ്ലിഹന്മാരും പരിശുദ്ധ പിതാക്കന്മാരും ജീവൻ കൊടുത്ത് നിലനിർത്തിയ സത്യവിശ്വാസം തലമുറ തലമുറ പകർന്ന് കെടാതെ സൂക്ഷിക്കുന്ന പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ, നിക്യായിലും കുസ്തന്തീനോസ് പോലീസിലും എഫേസോസിലും വെച്ചുകൂടിയ പരിശുദ്ധ സുന്നകദോസുകളിലൂടെ വേദവിപരീതങ്ങളെ സധൈര്യം തള്ളിപ്പറഞ്ഞ് സത്യവിശ്വാസം കെടാതെ സൂക്ഷിച്ച് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന പരിശുദ്ധ പാത്രിയർക്കീസ് മോറാൻമോർ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ ബാവായുടെ ശ്ലൈഹിക വാഴ്വിൻ കീഴിൽ പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭ കഷ്ടനഷ്ടങ്ങളുടെ നടുവിലും ഭാഗ്യമോടെ നിലനിൽക്കുന്നു. പരിശുദ്ധന്മാരും പുണ്യവാന്മാരുമായ പിതാക്കന്മാരുടെ പ്രാർത്ഥനാ നേതൃത്വത്തിൽ മലങ്കരയിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ ഈ സഭ നിലകൊള്ളുമ്പോൾ പലതരത്തിലുള്ള പ്രതികൂല കാറ്റുകൾ സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി സഭയെ വിടാതെ പിന്തുടരുന്ന കേസുകളും 2017 സുപ്രീം കോടതി വിധിയും അത്യധികമായി സഭാമക്കളെ ഭ്രമിപ്പിച്ചുവെങ്കിലും ആത്മീയമായി ശക്തരാക്കി എന്നതാണ് യാഥാർത്ഥ്യം. പള്ളികൾ പിടിച്ചെടുത്തും സ്വത്തുക്കൾ കവർന്നെടുത്തും പരിശുദ്ധ സഭയെ തളർത്താൻ ശ്രമിച്ചവരുടെ മുമ്പിൽ നെഞ്ചിലമർന്ന വിശ്വാസം ഉതിർന്നു പോകാതെ സത്യവിശ്വാസത്തിന് കീഴിൽ പരിശുദ്ധ സഭയെ നയിക്കാൻ പുണ്യപിതാക്കന്മാരെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. പുണ്യശ്ലോകരായ പിതാക്കന്മാർ സധൈര്യം പരിശുദ്ധ സഭയെ നയിച്ചു. കാലം ചെയ്ത ആബൂന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ വിശ്വാസ തീഷ്ണതയുടെ വെളിച്ചത്തിൽ മലങ്കരയിൽ ഈ വിശുദ്ധ സഭ സത്യവിശ്വാസത്തിൽ പതറാതെ നിലകൊണ്ടു. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ മലങ്കരയിൽ സഭാനൗകയെ നയിക്കുവാൻ കാലാകാലങ്ങളിൽ അനുയോജ്യരായവരെ ദൈവം ഉയർത്തി. ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ദൈവജനത്തെ നയിച്ച മോശയെപ്പോലെ, കനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ നയിച്ച യോശുവയെപ്പോലെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അമരക്കാരനായി ദൈവം നിയോഗിച്ച ശ്രേഷ്ഠ വന്യപിതാവ് അബൂന്മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ, സഭാ തമസിലെ ഉജ്ജ്വല താരകം, യാക്കോബായ സുറിയാനി സഭയിലെ ലക്ഷോപലക്ഷം വിശ്വാസികൾ പ്രതീക്ഷയോടെ ഹൃദയത്തിലേറ്റിയ മഹിതാചാര്യൻ, അതിസങ്കീർണമായ സഭയുടെ നാൾവഴികളിൽ ഉത്തമ വഴികാട്ടി, നേതൃത്വ പാടവവും സൗമ്യമായ പെരുമാറ്റവും സ്നേഹവാത്സല്യങ്ങളും ചേർന്നലിഞ്ഞ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മരതക മാണിക്യം. കാറ്റും കോളും നിറഞ്ഞ ഭിന്നിതമായ കാലത്ത് സഭാനൗകയുടെ അമരത്ത് കരളുറപ്പോടെ നിന്ന് ഈ പടകിനെ ഉലയാതെ പതറാതെ കാത്തുപാലിച്ച യാക്കോബായ സുറിയാനി സഭയുടെ രാജകുമാരനായ ശ്രേഷ്ഠ ആബൂന്മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ. കാറ്റാകേണ്ടിടത്ത് ബാവ കൊടുങ്കാറ്റായി, തീയാകേണ്ടിടത്ത് തീജ്വാലയായി, സാന്ത്വനമാകേണ്ടിടത്ത് കുളിർത്തനലായി മാറിയ സുറിയാനി സഭയുടെ
സൂര്യ തേജസ്. ദൈവം സഭയ്ക്ക് നൽകിയ അനുഗ്രഹമാണ് ശ്രേഷ്ഠ ബാവ. 1960 നവംബർ 10 സ്രാമ്പിക്കൽ പള്ളത്തിട്ടയിൽ വർഗീസിന്റെയും സാറാമ്മയുടെയും പുത്രനായി ജനിച്ചു. 1974 പുണ്യശ്ലോകനായ പെരുമ്പള്ളിൽ മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായിൽ നിന്നും ഷെമ്മാശപ്പട്ടം സ്വീകരിച്ചു. 1984 മാർച്ച് 25 വചനിപ്പ് പെരുന്നാൾ ദിവസം പുണ്യശ്ലോകനായ ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. 1994 ജനുവരി 16 33 വയസ്സിൽ പരിശുദ്ധ പാത്രിയർക്കീസ് മോറാൻമാർ ഇഗ്നാത്തിയോസ് സഖാ പ്രഥമൻ ബാവ മോർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ ദമസ്കോസിൽ വെച്ച് മെത്രാപ്പോലീത്തയായി വാഴിച്ചു. 18 വർഷം പരിശുദ്ധ സഭയുടെ സുന്നഹദോസ് സെക്രട്ടറിയായും സഭയുടെ വിവിധ ഭക്തസംഘടനകളുടെയും എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളുടെയും അമരക്കാരനായി പ്രവർത്തിച്ച ബാവ 2019 മുതൽ പരിശുദ്ധ സഭയുടെ മെത്രാപ്പോലീത്തൻ ട്രസ്റ്റിയായും പ്രവർത്തിച്ചിരുന്നു. അജപാലന ദൗത്യത്തോടൊപ്പം അനേകം ക്ഷേമ പദ്ധതികൾക്കും സാധുജന സംരക്ഷണ പ്രവർത്തികൾക്കും നേതൃത്വം കൊടുത്തുവരുന്നു. ശ്രേഷ്ഠ കാതോലിക്കയായിരുന്ന ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ കാലം ചെയ്തതിനെ തുടർന്ന് 2025 മാർച്ച് 25 ലെബനോനിലെ സഭാ ആസ്ഥാനത്ത് വെച്ച് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ ലോക ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ മോർ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയായി വാഴിക്കപ്പെട്ടു. മലയോര ജനതയുടെ കഠിനാധ്വാനത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും ഗന്ധമുള്ള മലബാറിലേക്ക് ശ്രേഷ്ഠ ബാവ എഴുന്നള്ളുന്ന ഈ അസുലഭ നിമിഷത്തിൽ സത്യവിശ്വാസത്തിൽ മലബാറിനെ നയിച്ച ശാമുവേൽ മോർ പീലക്സീനോസ്, യൂഹാനോൻ മോർ പീലക്സീനോസ് തുടങ്ങിയ പിതാക്കന്മാരെ സ്മരിക്കുന്നതോടൊപ്പം മലബാറിൻ്റെ ശ്രേഷ്ഠ ഇടയനായ ഞങ്ങളുടെ കൊച്ചു തിരുമേനി അഭിവന്ധ്യ ഗീവർഗീസ് മാർ സ്തേഫാനോസ് മെത്രാപ്പോലീത്തയുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ മലബാർ ഭദ്രാസനം നിറഞ്ഞ മനസ്സോടെ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. വായനയെ വഴിവിളക്കാക്കി, വചനവിചിന്തനങ്ങളെ വഴികാട്ടിയാക്കി, വേദഗ്രന്ഥങ്ങളെ വെളിച്ചമായി കണ്ട്, കാരുണ്യപ്രവൃത്തികളിൽ നിന്ന് കരുത്താർജിച്ച് ആത്മനിറവുള്ള ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും ഊർജമാക്കി പരിശുദ്ധ സഭയെ നയിക്കാൻ ശ്രേഷ്ഠ ബാവ തിരുമേനിക്ക് ദൈവം കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ ബാവായുടെ അനുഗ്രഹീതമായ ആത്മീയ നേതൃത്വത്തിൽ വിശ്വാസികളിൽ വിശുദ്ധിയും ശക്തിയും, കുടുംബങ്ങളിൽ കൂട്ടായ്മയും കുലീനതയും, ഇടവകകളിൽ ധന്യതയും, സഭയിൽ സമാധാനവും, സമൂഹത്തിൽ സാക്ഷ്യവും സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ മലബാറിൻ്റെ വാത്സല്യമക്കൾ.